നമസ്കാരം. ഇന്ത്യൻ ഭരണഘടനയുടെ 324 അനുച്ഛേദം അനുസരിച്ച് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ സമ്പൂർണ്ണ ചുമതലകളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായ ജ്ഞാനേഷ് കുമാറിനാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ സമയക്രമം ഉടൻ പ്രഖ്യാപിക്കാനിരിക്കെ പ്രതിപക്ഷം ശക്തമായ നിലപാടുകളോടെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. സർക്കാരിനെതിരെ ലഭിച്ചിരിക്കുന്ന ഈ സുവർണാവസരം പരമാവധി പ്രയോജനപ്പെടുത്തുമെന്ന് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനായ മല്ലികാർജ്ജുൻ ഖാർഗെ തുറന്നടിച്ചിരിക്കുകയാണ്. രാജ്യസഭയിൽ ശക്തമായ വാദപ്രതിവാദങ്ങൾക്ക് കളമൊരുങ്ങുമെന്നും അതിനുള്ള ആദ്യ വെടിപൊട്ടിച്ചത് ജഗദീപ് ധൻഖർ ആണെന്നും ഇനി പ്രതിപക്ഷത്തിന്റെ ഊഴമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ പ്രതിപക്ഷത്തിന് എങ്ങനെ സാധിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാമെന്നും കേവല ഭൂരിപക്ഷം പോലും ലോക്സഭയിൽ ഒറ്റയ്ക്ക് BJPക്ക് ഇല്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സഖ്യകക്ഷികൾ എക്കാലവും കൂടെ നിൽക്കുമെന്നത് മോദിക്കും അമിത്ഷായ്ക്കുമുള്ള ഒരു തെറ്റിദ്ധാരണയാണെന്നും ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ ഇന്ത്യ മുന്നണി ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി കൊണ്ടുവന്നാൽ BJPയുടെ അധികാരവും ആധിപത്യവും അഹങ്കാരവും രാജ്യസഭയിൽ അവസാനിപ്പിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം പ്രസ്താവിച്ചു. രാജ്യസഭയിൽ കൂടുതൽ സഖ്യകക്ഷികളും ഇന്ത്യ സഖ്യത്തിനൊപ്പം ചേർന്നിരിക്കുകയാണെന്ന് നമുക്കറിയാം. ആന്ധ്രയിലെ YSR കോൺഗ്രസ്, ഒഡീഷയിലെ നവീൻ പട്നായിക്കിന്റെ ബിജു ജനതാദൾ, ശിരോമണി അകാലിദൾ തുടങ്ങിയ ഘടകകക്ഷികൾ ഇന്ത്യ മുന്നണിക്ക് നിരുപാധികം പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യ മുന്നണിക്ക് നിലവിൽ ഭരണമില്ലാത്തതിനാൽ ഉപാധികളൊന്നും കൂടാതെയാണ് ഈ പിന്തുണ ലഭിച്ചിരിക്കുന്നത്. BJPക്ക് ഒരു തിരിച്ചടി നൽകുക എന്നത് മാത്രമല്ല, BJPയുടെ അജണ്ടകൾക്ക് വഴങ്ങി സമ്മർദ്ദം താങ്ങാനാവാതെയാണ് ജഗദീപ് ധൻഖർ രാജിവെച്ചത്. പാർലമെന്റിൽ പ്രതിപക്ഷ അംഗങ്ങൾക്കെതിരെ നിരന്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയും അവർക്കെതിരെ അപവാദങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു ജഗദീപ് ധൻഖർ. രാഹുൽ ഗാന്ധിക്കെതിരെയും ജയാ ബച്ചനെതിരെയും ഒക്കെ തന്നെ അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ എത്രത്തോളം വ്യക്തമാക്കുന്നതാണ്. അദ്ദേഹം ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ഖാർഗെയെയും അതോടൊപ്പം തന്നെ ജയറാം രമേശിനെയും താരതമ്യം ചെയ്തുകൊണ്ട് ഖാർഗെ ആയിരുന്നില്ല പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് രാജ്യസഭയിൽ വരേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞ് ചില പക്ഷപാതപരമായിട്ടുള്ള രീതിയിൽ അവിടെ രാഷ്ട്രീയം കളിക്കാൻ ശ്രമിച്ചു. എന്നാൽ അവിടെയൊന്നും ഇന്ത്യ മുന്നണിക്ക് തളർച്ചയുണ്ടായില്ല. ഒടുവിൽ കാലം അദ്ദേഹത്തിനായി കരുതി വെച്ചത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നിരിക്കുന്നു. അദ്ദേഹത്തിന് തുടരാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും BJP നേതാക്കളുടെ കടുത്ത അവഹേളനം ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തെ തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കപിൽ സിബലിനെയാണ് ഇന്ത്യ മുന്നണിയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായിട്ട് മുന്നോട്ട് വയ്ക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. മമതാ ബാനർജി ഉൾപ്പെടെയുള്ളവർ ഇന്ത്യ മുന്നണിയുടെ നേതൃയോഗത്തിൽ വിശദമായിട്ടുള്ള ചർച്ചകളിലേക്ക് കടന്നിട്ടുണ്ട്. കാരണം ഇത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന പ്രശ്നം തന്നെയാണ്, പ്രസ്റ്റീജ് ഇഷ്യൂ തന്നെയാണ്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ ഉപയോഗിച്ച് NDA സർക്കാർ ഇന്ത്യ മുന്നണിക്കെതിരെ ചില നടപടികൾ കൈക്കൊള്ളാനുള്ള രഹസ്യ നീക്കങ്ങൾ ആരംഭിക്കുന്നതിനിടെയാണ് ഉപരാഷ്ട്രപതിയുടെ രാജി സംഭവിച്ചത്. ഉപരാഷ്ട്രപതിയുടെ രാജി BJPക്ക് ശക്തമായ ഒരു തിരിച്ചടിയാണെങ്കിലും അതൊന്നും പുറമേ കാണിക്കാതെ തങ്ങൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിലാണ് അവരുടെ നേതാക്കളുടെയൊക്കെ തന്നെ ഇപ്പോഴത്തെ പെരുമാറ്റം. ഇത് BJPയെ തകർക്കാൻ ഏറ്റവും ഉചിതമായിട്ടുള്ള സമയമാണെന്ന് മനസ്സിലാക്കി തന്നെയാണ് തന്ത്രപരമായിട്ടുള്ള ഈ പുതിയ നീക്കങ്ങൾ.